നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ അവസാനത്തെ ദിവസമാണ് നാളത്തെ മാർക്കറ്റിന് ശേഷം മാർക്കറ്റ് ഒരു നീണ്ട അവധിക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ തന്നെ ഫിനാൻഷ്യൽ ഇയറിലെ എൻഡായും ഈ ഒരു മാസത്തിലെ മന്ത്ലി എക്സ്പയറിയായും നാളെ മാറുമ്പോൾ നാളെ നിഫ്റ്റിയോടൊപ്പം തന്നെ സെൻസെക്സിൻ്റെയും എക്സ്പയറി ഉണ്ടാവും. മാർക്കറ്റിൻ്റെ പ്രധാന ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റിൽ പറഞ്ഞതാണ്, ഗോൾഡ്മാൻ സാക്ക് അപ്ഗ്രേഡ് ചെയ്തു. റിലയൻസ് നല്ല രീതിയിൽ മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോയി, നിഫ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ത്യൻ ഇൻഡെക്സുകളെല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് സെല്ലേഴ്സിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സീവിയർ ഫോൾ ആയിട്ടുണ്ട്, സീവിയർ ലോസ് ആയിട്ടുണ്ട്. കാരണം ക്രിപ്റ്റോ 71,000 തിരികെ എത്തി. US ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. അവിടെ US മാർക്കറ്റിൽ ക്വാർട്ടർ റിസൾട്ടുകളൊക്കെ വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കമ്പനികളും ക്വാർട്ടർ റിസൾട്ടുകളെല്ലാം തന്നെ പ്രഖ്യാപിക്കുന്ന ഡേറ്റ് അനൗൺസ് ചെയ്തു. രാജ്യത്തിലെ ഏറ്റവും വലിയ IT കമ്പനിയായിട്ടുള്ള TCS അവരുടെ Q4 റിസൾട്ട് ഏപ്രിൽ 12 പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നമുക്ക് ന്യൂസ് ഹെഡ്ലൈൻസിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് ആദ്യം പോകാം, അതിനുശേഷം മറ്റുള്ള വാർത്തകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം സ്വിഗ്ഗി IPOയിലേക്ക് വരികയാണ് എന്നുള്ള ന്യൂസാണ്. 2024 മിഡോട് കൂടിയിട്ട് ഫെസ്റ്റിവൽ സീസണിൽ സ്വിഗ്ഗി IPOയിൽ ലിസ്റ്റ് ചെയ്യും. ഇപ്പം നിലവിൽ സൊമാറ്റോ ആണ് IPOയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോം കമ്പനി. ബജാജ് ഓട്ടോ രാജ്യത്തിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ സെക്ടറുള്ള കമ്പനിയാണ്. ബജാജിൻ്റെ ചേതക്ക് അല്ലെങ്കിൽ ബജാജ് പൾസർ തുടങ്ങിയ ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷ പോലെയുള്ള 3 ചക്രമുള്ള വാഹനങ്ങളും ബജാജ് ഓട്ടോക്ക് ഉണ്ട്. ബജാജ് ഓട്ടോ ഇപ്പോൾ ഇന്ന് 3% ഗെയിൻ ചെയ്തപ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ കമ്പനി പ്രഖ്യാപിച്ച ഷെയർ ബൈബാക്ക് പ്രൈസിലേക്കും കമ്പനിയുടെ സ്റ്റോക്ക് എത്തിയെന്നുള്ളതാണ്. 2.60 ലക്ഷം കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ് എത്തിയിരിക്കുന്നത് കമ്പനിയുടെ. ടാറ്റ പവർ കമ്പനി നമുക്ക് ഭീകരമായിട്ടുള്ളൊരു ചൂടാണ്, അതുകൊണ്ട് തന്നെ പവറിൻ്റെ ഡിമാൻഡെല്ലാം തന്നെ ഏകദേശം ഒരു 9% കൂടും. ടാറ്റ പവർ കമ്പനീസിന് ഗുണകരമാകും, അതല്ലെങ്കിൽ പവർ സോളാർ സെക്ടറിലുള്ള കമ്പനീസിന് ഗുണകരമാകുമെന്ന് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സിസിലോൺ കമ്പനി ഇവരെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, ആനന്ദ് രഥി സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം, അനലിസ്റ്റിംഗ് കമ്പനി സിസിലോൺ എനർജിയുടെ പ്രൈസ് 49 വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ന്യൂസ് കാണുന്ന ഒരുപാട് ആളുകൾ സിസിലോൺ എനർജി സ്റ്റോക്കുകൾ വാങ്ങിച്ച് കൈവശം വെച്ചിട്ടുണ്ട്. കാരണം ഒരു ദിവസം നമ്മൾ സിസിലോണിൻ്റെ സ്റ്റോക്ക് എൻ്റെ ന്യൂസ് ഈ ലിസ്റ്റിലുണ്ട്, പക്ഷെ പറയാൻ വിട്ടുപോയി. ഒരുപാട് കമൻറ്റുകൾ അപ്പോൾ കണ്ടു. ഇൻഡിഗോ ഏവിയേഷൻ സെക്ടറിലെ ലീഡിങ് കമ്പനിയാണ് ഇൻഡിഗോ. അപ്പോൾ ഇൻഡിഗോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ളൊരു അപ്ഡേറ്റ് ഉള്ളത്, ഇൻ്റർനാഷണൽ റൂട്ട് കമ്പനി ഓൾമോസ്റ്റ് ഡബിൾ ആകുകയാണ്. നിലവിൽ ഡൊമസ്റ്റിക് മേഖലയിൽ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന കമ്പനിയാണ് ഇൻഡിഗോ. അദാനി പവർ ഇന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അദാനി പവർ ലാൻകോ അംബർകാത്ത് പവറിനെ അക്വയർ ചെയ്ത ആ ഒരു തീരുമാനം കമ്പനി ട്രിബ്യൂണൽ ലോ അപ്രൂവ് ചെയ്തു എന്നുള്ള ന്യൂസാണ് അദാനി പവറിനെ സംബന്ധിച്ചുള്ളത്. സൈഡസ് ലൈഫ് കമ്പനി US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി സൈഡസ് ലൈഫിൻ്റെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ ഒരു പരിശോധന നടത്തി 4 നിരീക്ഷണങ്ങൾ ഒബ്സർവേഷൻസ് റൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കുക. കാരണം ഇന്ന് രാവിലെ നമ്മൾ കണ്ട 2 ന്യൂസ് ഉണ്ടായിരുന്നു. CDSL എന്ന് പറയുന്ന ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ബൾക്ക് ഡീൽ വഴി വിൽക്കുമെന്നുള്ള ന്യൂസ് കണ്ടു. CDSL ഇന്ന് വലിയൊരു ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. അതുപോലെ തന്നെയാണ് ആസ്റ്റർ DM ഹെൽത്ത് കെയർ ഒരു ബ്ലോക്ക് ഡീൽ ഉണ്ടായിരുന്നു. അവർ 2 കമ്പനിയുടെയും പ്രൊമോട്ടേഴ്സ് ഇവരുടെ സ്റ്റേക്ക് സെല്ല് ചെയ്തു. ആസ്റ്റർ DMഉം ഇന്ന് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, വലിയ തോതിൽ ഇടിഞ്ഞു. അപ്പോൾ കമ്പനികളുടെ സ്റ്റേക്ക് ഇവരുടെ പ്രധാന പ്രൊമോട്ടേഴ്സ് വിൽറ്റ് മാറുന്നത്, അല്ലെങ്കിൽ മരുന്ന് കമ്പനിയാണെങ്കിൽ ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ US ഡ്രഗ് കൺട്രോൾ ഉദ്യോഗസ്ഥർ വന്ന് ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ ഇതുപോലെയുള്ള നിരീക്ഷണങ്ങൾ റൈസ് ചെയ്യുന്നതെല്ലാം തന്നെ ശ്രദ്ധിക്കുക. HCL ടെക് രാജ്യത്തിലെ പ്രധാന IT കമ്പനിയാണ്. ഫിനിസ് ഫാർമയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഇൻഫോ എഡ്ജ് കമ്പനി നോക്കരി ജീവൻ സാധ്യയുടെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സാണ്. ഇവർ 30 കോടി രൂപ റെഡ് സ്റ്റാർട്ട് ലാബിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. സെയിൻറ്റ് കമ്പനി ഡൂയിറ്റ്സ് എയർക്രാഫ്റ്റായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. എക്സൈഡ് ഇൻഡസ്ട്രീസ് ബാറ്ററി നിർമ്മാതാക്കളാണ്. എക്സൈഡ് എനർജി സൊല്യൂഷനിൽ ഫർദറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ബജാജ് ഫിനാൻസ് കമ്പനി ഇവരുടെ മെഗാ IPO ബജാജ്
ഹൗസിങ്ങിൻ്റെ മെഗാ IPO ഏകദേശം $10 ബില്യൺ വരത്ത് വരുന്ന IPO കമ്പനി പ്ലാൻ ചെയ്യുന്നു. സാക്കിൾ പ്രീപെയ്ഡ് ഓഷൻ സർവീസ് കമ്പനി റിയ ട്രാവൽസായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്ന് റാലി രേഖപ്പെടുത്തിയിരുന്നു. ലുപിൻ കമ്പനി 477 കോടി രൂപയാണ് ഇൻകം ടാക്സ് ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചത്. ശക്തി പമ്പ് 13ാമത്തെ പേറ്റൻറ്റ് കമ്പനിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. സെഞ്ചുറി പ്ലൈ കമ്പനി ആന്ധ്രാപ്രദേശിലുള്ള അവരുടെ MDF പ്ലൈവുഡിൻ്റെ പുതിയ ഒരു മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയിൽ നിന്നുള്ള കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു. L&T കമ്പനിക്ക് 5000 കോടി രൂപ വർത്ത് വരുന്ന ഒരു ഹെവി ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. നമുക്ക് ഒരു ടെലിഗ്രാം ചാനലുണ്ട്. പ്രധാനമായും ന്യൂസുകളെല്ലാം തന്നെ നമുക്ക് കണ്ടെത്തുന്ന, നമ്മൾ കാണുന്ന ന്യൂസുകൾ ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ്. ആരും സെർച്ച് ചെയ്യരുത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ പല പേരിൽ നമ്മുടെ പേരിന് സമാനമായിട്ട് ഒരുപാട് ഡമ്മി അക്കൗണ്ടുകളൊക്കെ ആളുകൾ പല ബിരുദന്മാരും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ പറയുന്നത് എപ്പോഴും. ഇനി IPO ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡി, നമ്മുടെ bismate.com ട്രേഡ് ബഡി എന്ന് പറയുന്ന ട്രേഡിംഗ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം, ബുക്ക് മാർക്ക് ചെയ്യാം, ഉപയോഗിക്കാം. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. ആദ്യം നിഫ്റ്റിയുടെ ലെവൽ നോക്കാം. നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് 20,080, അതിനുശേഷം 20,200 വരെ പോയി. അതിനുശേഷം ഒരു ഫോള് കണ്ടു 22,147. കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ നിന്ന് 150 പോയിൻറ്റ് ഉയർന്നപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് 118 പോയിൻ്റ് റാലിയും, സെൻസെക്സ് 526 പോയിൻറ്റും, ബാങ്ക് നിഫ്റ്റി 185 പോയിൻ്റ് റാലി കണ്ടു. ഇന്നത്തെ പ്രധാന നിഫ്റ്റിയിലെ കേമന്മാർ റിലയൻസ്, മാരുതി, ബജാജ് ഓട്ടോ, ടൈറ്റാൻ, ബജാജ് ഫിനാൻസ് 1 മുതൽ 3.5% വരെ റാലി. റിലയൻസ് എല്ലാം തന്നെ 3.5% റാലി രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ ഇന്ന് ഫോൾ ആയിട്ടുള്ളത് ഹീറോ മോട്ടോകോർപ്പ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, അപ്പോളോ ഹോസ്പിറ്റൽ, വിപ്രോ, ഡോക്ടർ റെഡ്ഡി തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 2.5% വരെയുള്ള ഫോൾ ഉണ്ടാക്കി. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരാം. ആദ്യം ഏറ്റവും താഴെ കാണാം ഇന്ത്യ വിക്സ് ഇന്ന് 1% ഇടിഞ്ഞ് 12.7. MOX റെഡിലാണ്. FTSE UK മാർക്കറ്റ് റെഡിലാണ്. ഫ്രാൻസ് ഗ്രീനാണ്. ഡാക്സ് ജർമ്മൻ ഗ്രീനാണ്. ബിറ്റ്കോയിൻ 70,000 ടച്ച് ചെയ്തു. വീണ്ടും ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് ഗ്രീൻ അടച്ചു. കോസ്പി റെഡിലടച്ചു. ചൈന റെഡിലടച്ചു. ഓസ്ട്രേലിയ ഗ്രീനിലടച്ചു. ബ്രന്റ് ഓയിൽ 85.76 ഡോളർ പെർ ബാരൽ. ഇന്ത്യൻ റുപ്പീസിനെതിരെ ഡോളർ 83 രൂപ 36 പൈസ. കൂടാതെ ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് 2,287 പെർ ഔൺസ് എന്ന നിലയിലാണ് ഉള്ളത്. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാം 22,100 ആണ്. PCR 1.1. മേജർ സപ്പോർട്ട് സോൺ 22,000 ആണ്. കൂടുതൽ പുട്ട് ഷോർട്ട് ചെയ്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. PCR 1.1 മീൻസ് പുട്ട് ഷോർട്ടാണ് കൂടുതൽ. എന്താണ് PCR എന്നുള്ളതൊക്കെ വിശദമായിട്ട് നമ്മൾ വീഡിയോസ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നാളെ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ വലിയൊരു പ്രത്യേകതകൾ ഉള്ള ഒരു ദിവസമാണ്, ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ഈ ഒരു ക്വാർട്ടറിൽ എന്താണ് സംഭവിച്ചത്, ഓപ്ഷൻ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾ ആരും തന്നെ PNL ഇടുന്നില്ല, PNL ആരും തന്നെ പോസ്റ്റ് ചെയ്യുന്നില്ല, അപ്പോൾ PNL പോസ്റ്റ് ചെയ്യണം എന്ന് പല ഭാഗത്തു നിന്നും നിരന്തരമായിട്ടുള്ള കമൻറ്റുകൾ നമുക്കുണ്ട്. കഴിഞ്ഞ എല്ലാ ക്വാർട്ടറുകളുടെയും PNL നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്വാർട്ടറിലെ ഈവൻ ഈ ഒരു ജനുവരിയിലെയോ ഫെബ്രുവരിയിലെയോ മാർച്ചിലെയോ ഒന്നും തന്നെ PNL നമ്മൾ ഇട്ടിട്ടില്ല. ഒരുപാട് ചോദ്യം വന്നതുകൊണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് PNL ചെയ്യാം. കാരണം 3 ദിവസം അവധിയാണ്, പ്രത്യേകിച്ച് കണ്ടൻറ്റും നമ്മുടെ ഭാഗത്തൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം, PNL വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നാളെ രാവിലെ 7:00 കാണാം. താങ്ക് യു ഓൾ.